ഫ്രണ്ട്സ് 500 രൂപയെ തുടങ്ങി 1 ലക്ഷം വരെ രൂപ ലോൺ തരുന്ന ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നല്ലൊരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സെഡ് ലീഫിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലെൻഡറും അതുപോലെ ഫിൻകർവ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡേഴ്സുമാണ് ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഏകദേശം 100K പ്ലസ് ഡൗൺലോഡ്സ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ എലിജിബിലിറ്റി അതുപോലെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രിറ്റീരിയ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ എലിജിബിലിറ്റി പറയുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അതിൽ സാലറീഡ് ആയിരിക്കണം, പിന്നെ 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം, പിന്നെ മാസം 17,000 രൂപ സാലറി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ 62 ഡേയ്സ് ടു 162 ഡേയ്സ് ടെന്യൂറിലൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ താഴേക്കായിട്ട് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ലോൺ കാൽക്കുലേഷൻ, അതുപോലെ അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് ഗൈസ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ അവൈലബിൾ ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. സാലറി 001, 002 എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എത്ര റേഞ്ച് വരെയാണ് നിങ്ങളുടെ ലോൺ വേണ്ടതെന്നൊക്കെ. 1 ലക്ഷം വരെയാണ് നമുക്ക് 1 ലക്ഷം വരെയുള്ള സെലക്ട് ചെയ്യുക. അങ്ങനെ 10 ലക്ഷം വരെയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ഈ 1 ലക്ഷം വരെയുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. 62 ഡേയ്സ് ഒക്കെയാണ് അതിൽ കാണുന്നത്. എന്താണെന്ന് അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലിവർ പറയുന്ന 3000 മുതൽ 1 ലക്ഷം വരെയാണ് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം. 3000 രൂപയാണെങ്കിൽ 62 ദിവസത്തെ ടെന്യൂറാണ് വരുന്നത്. 3930 രൂപ തിരിച്ചടക്കണം. ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് 465 ഒരു മാസം വരുന്നത്. EMI ആയിട്ട് വരുന്നത് 1965 രൂപയാണ് ഒരു മാസം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് 10,000 രൂപയൊക്കെ ആകുമ്പോൾ ഇത്ര ആവും നോക്കി നോക്കാം. 10,000 രൂപയാകുമ്പോൾ 13,100 തിരിച്ചടക്കണം. ഏകദേശം 62 ദിവസം ടെന്യൂർ തന്നെ വരും. 6,550 വെച്ച് 2 മാസത്തെ EMI കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് ഇനി ടെന്യൂർ കൂട്ടിയെടുക്കണമെങ്കിൽ അതിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ 62 ഡേയ്സത്തെ ടെന്യൂറാണ് സെലക്ട് ചെയ്ത്. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും 120 ഡേയ്സ്, 150 ഡേയ്സ്, 240 ഡേയ്സ്, ഇത് 365 ഡേയ്സിൻ്റെയാണ്. അതാകുമ്പോൾ 3000 ആകുമ്പോൾ 341 രൂപയ്ക്ക് EMI എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ടെന്യൂർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് അവർ ഡിസൈഡ് ചെയ്യും എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കാം. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സെൽഫിയാണ് ഇവർ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ സെൽഫി എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെൽഫി ഞാനിവിടെ ഓൾറെഡി കൊടുത്തു. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. അതായത് ജെൻഡർ, അൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ. അതിനുശേഷം പ്രൊഫഷണൽ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷനാണ്, അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, നമ്മുടെ കമ്പനി ഇമെയിൽ ഡീറ്റെയിൽസ്, സാലറി, പിൻകോഡ്, അഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ ഡീറ്റെയിൽസ്, കമ്പനി ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിൻ്റെ പിന്നെ ഓപ്ഷൻ വരുന്നത് റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അഡ്രസ്സ്, പിൻകോഡ്, സ്റ്റേറ്റ്, നമ്മൾ ഏത് സിറ്റിയിലാണ് ഉള്ളതെന്നൊക്കെ ഉള്ളത്. അതിനുശേഷം ലാസ്റ്റായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവർ ചോദിക്കുന്നത്. ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എമൗണ്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് ബാങ്കാണ്, അതുപോലെ IFSC കോഡ്, ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ഫെഡറൽ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യാൻ IFSC എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അത് നോക്കി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് IFSC കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രാഞ്ച് നെയിം, അതുപോലെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, ഞാൻ അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ലോൺ എമൗണ്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് അപ്രൂവൽ ആവുന്ന പോലെ ഉണ്ടാവുള്ളൂ. ഞാൻ മറിച്ച് വെറുതെ ഇവിടെ ഒരു 28,000 ഒക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ഞാനിവിടെ ഒരു 28,000 കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ സബ്മിറ്റ് അല്ല പ്രൊസീഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 റെഫറൻസ് നമ്പർ കൊടുക്കണം. അത് നമ്മുടെ ഒന്ന് ഞാൻ പാരൻറ്റിൻ്റെ കൊടുക്കുക, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ ആരുടെ വേണമെങ്കിലും കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഒരു പാരൻറ്റിൻ്റെയും അല്ലെങ്കിൽ മറ്റൊരു നമ്പറും കൂടെ റെഫറൻസ് കൊടുക്കുകയാണ്. റെഫറൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ കാണാം. പിന്നെ പർപ്പസ് ഓഫ് ലോൺ അവിടെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കൊടുക്കുക. ഞാൻ ജസ്റ്റ് മെഡിക്കൽ എന്നൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം അപ്ലൈ ഫോർ ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ലോൺ അപ്രൂവൽ ആയിട്ടില്ല. ഓക്കെ, അത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ ഇവർ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല എനിക്ക് അപ്രൂവൽ ആവാത്തതിന് കാരണം. പക്ഷേ പല കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്കും അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.